കീം പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ഈ ഹർജിയിൽ സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് സുപ്രീം കോടതി. ഈ വർഷം കീം ഫലത്തിൽ ഇടപെടില്ല എന്നുള്ള സുപ്രധാന നിലപാട് കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. 4 ആഴ്ചയ്ക്കകം വീണ്ടും ഹർജി പരിഗണിക്കാമെന്നും കോടതി അറിയിക്കുന്നുണ്ട്. കേരള സർക്കാരിന് ഇപ്പോൾ കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർണായക ഇടപെടൽ വരുന്നു. അതായത് ഈ വർഷം ഈ ഫലത്തിൽ ഇടപെടില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തത്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഈ നിലയിലുള്ള സൂചനകൾ കോടതി നൽകിയിരുന്നു. ഇത്തവണ ഇടപെടാനില്ല എന്നുള്ളതാണോ കോടതി പറയുന്നത്? തീർച്ചയായും ഈ കീമുമായി ബന്ധപ്പെട്ടുള്ള പുതുക്കിയ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്ന് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാദങ്ങളൊക്കെ തന്നെയും ഈ ചെയ്തിട്ടുള്ള ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകുന്നത്. അബ്ദുൾ റഷീദിലേക്ക് മടങ്ങി വരാം. ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തടസ്സങ്ങൾ നേരിടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കീം പരീക്ഷാ ഫലത്തിൽ ഈ വർഷം ഇടപെടാനില്ല എന്നുള്ളതാണ് കോടതി അറിയിക്കുന്നത്. സംസ്ഥാന സിലബസിൽ പഠിച്ച കുട്ടികളാണ് പരീക്ഷാ ഫലം റദ്ദാക്കിയ ആദ്യം വന്ന റിസൾട്ട് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ കാര്യത്തിലാണ് ഇപ്പോൾ ഈ തവണ ഇടപെടാനില്ല എന്ന് സുപ്രീം കോടതി അറിയിക്കുന്നത്. റഷീദ്, തുറന്നോളൂ. കേരള സിലബസിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തിൽ പ്രധാനം ഉന്നയിക്കുന്നത് ഇടപെടില്ല എന്നുള്ള സുപ്രീം കോടതി ചില സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു. അതേ തീരുമാനത്തിലേക്ക് തന്നെ ഇപ്പോൾ സുപ്രീം കോടതി എത്തുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും റഷീദ്, കഴിഞ്ഞ തവണയും കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസവും പരിഗണിക്കുമ്പോൾ ഈ വർഷം റിസൾട്ടിൽ ഇടപെടാനില്ല എന്ന സൂചനകൾ കോടതി നൽകിയിരുന്നു. ഇതിനു മുൻപും ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ കോടതി സമാനമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. അതായത് നാളെ കൂടി മാത്രമാണ് ഈ ഓപ്ഷൻ സമർപ്പിക്കാനുള്ള സമയം ശേഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ സമയത്തൊരു ഇടപെടൽ നടത്തിയാൽ അത് വലിയ സങ്കീർണതകളിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് കൂടിയാകണം കോടതി ഈ വർഷം ഇടപെടാനില്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കവേ കേരള സർക്കാർ കൊണ്ടുവന്ന ഈ മാറ്റം അത് ഗുണകരമാണ് എന്നുള്ളത് കോടതി എടുത്തു പറയുകയുമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും വരും വർഷങ്ങളിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഇടപെടലാകണം ഇനി ഉണ്ടാകുക എന്നുള്ളത് പ്രതീക്ഷിക്കാം. സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. കക്ഷി ചേരാനുണ്ടോ എന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാനത്തിനോട് കോടതി ആരായുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 4 ആഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കാമെന്ന് കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ അടുത്ത തവണ മുതൽ ഈ പുതിയ സ്കീം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത തവണ 4 ആഴ്ചയ്ക്ക് ശേഷം ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി പരിശോധിക്കാനും സാധ്യതയുണ്ട്. സംസ്ഥാന സിലബസിൽ പഠിച്ച കുട്ടികളാണ് കോടതിയെ സമീപിച്ചത്. പുതിയ സ്കീം പ്രകാരം മാർക്ക് ഏകീകരണത്തിന് ശേഷമായിരുന്നു ഇത്തവണത്തെ കീം പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത്. സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ വർഷം വരെ പിന്നിൽ പോകുന്ന സാഹചര്യം ഈ കീം പരീക്ഷാഫലത്തിൽ ഉണ്ടായിരുന്നു. CBSE-കാർക്ക് മുൻതൂക്കം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഒഴിവാക്കാനാണ് മാർക്ക് ഏകീകരണം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത്. പക്ഷേ ആ മാർക്ക് ഏകീകരണത്തിനെതിരെ CBSE വിദ്യാർത്ഥികൾ കേരള ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് സമാനമായ രീതിയിൽ ഇത്തവണ ഇത് നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന സങ്കീർണതകളെ കൂടി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതിയും ആ വിഷയത്തിൽ ഇത്തവണ ഇടപെടാനില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. ഒപ്പം തന്നെ പുതുക്കിയ സ്കീം പ്രകാരമുള്ള മാർക്ക് ലിസ്റ്റ് റദ്ദാക്കുകയും ആ ദിവസം രാത്രി തന്നെ പുതിയ ലിസ്റ്റ് വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ മുൻപ് പറഞ്ഞിരുന്നത് പോലെ തന്നെ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ പുതിയ ലിസ്റ്റിൽ പിന്നിൽ പോകുന്ന സാഹചര്യവുമുണ്ടായി. ഇതൊക്കെയും നമ്മൾ കണ്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരള സിലബസിൽ പഠിച്ച കുട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കാനായി തയ്യാറെടുത്തത്. സുപ്രീം കോടതിയെ സമീപിച്ചത് പുതുക്കിയ സ്കീം പ്രകാരമുള്ള ലിസ്റ്റിലൂടെ തന്നെ ഇത്തവണ ഈ അധ്യയന വർഷത്തിലും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളതായിരുന്നു കേരള സിലബസിലെ വിദ്യാർത്ഥികളുടെ ആവശ്യം. പക്ഷേ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അത്തരം നടപടികളിലേക്ക് പോയാൽ അതുണ്ടാക്കാവുന്ന പ്രതിസന്ധി വലുതാണ്. ഒരുപക്ഷെ അതുതന്നെയായിരിക്കണം ഈ വർഷം ഇടപെടാനില്ല എന്നുള്ള നിലപാടിലേക്ക് സുപ്രീം കോടതിയും എത്താൻ കാരണം. സമാനമായ ഹർജികൾ മുൻപും പല സംസ്ഥാനങ്ങളുടേതായി വന്നിട്ടുണ്ട് കോടതിയുടെ പരിഗണനയിൽ.